ഹേ എവ്രിബഡി, വെൽക്കം ടു ജെഡീസ് ഗരാജ്. നമ്മുടെ ചാനലിൽ കുറച്ചു കാലമായിട്ട് എല്ലാവരുടെയും ഉള്ളൊരു ചോദ്യമാണ് കോമ്പി എന്തായി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കോമ്പിയുടെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും തരാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളത്, എന്ത് പറ്റി ഇത്രയും കാലം എടുക്കുന്നത് എന്നുള്ളത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു അഡ്രസ് ദാറ്റ് ഇൻ ദ ബിഗിനിങ്. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ക്ലാസിക് കാർ അല്ലെങ്കിൽ ഒരു എനി കാർ രജിസ്ട്രേഷൻ, അതിപ്പോൾ ഒരു മാരുതി 800 ആയാലും എന്ത് വണ്ടി ആയാലും, there is always the glamorous side of it and there is the side that പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ്സ് ഒന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ക്വിക്കായിട്ട് കാണാൻ പറ്റിയ കുറേ ചേഞ്ചസ് ആയിരുന്നു. അത് കഴിഞ്ഞ് then it gets on to the boring part എന്ന് വേണമെങ്കിൽ പറയാം. and that is always body work. ബോഡി വർക്ക് ഒരു ടൈം കില്ലറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പോൾ ഒരു തുരുമ്പുള്ളൊരു വണ്ടി ആസിൻ ഒരു പഴയ ക്ലാസിക് കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഡോഡ്ജ് റിസ്റ്റോർ ചെയ്ത ടൈമിലാണെങ്കിൽ നമുക്ക് വി ഹാവ് ടു കട്ട് ഔട്ട് പാനൽസ് കംപ്ലീറ്റ്ലി. നമ്മൾ വലിയ പീസുകൾ എടുത്ത് മാറ്റി പുതിയ മെറ്റൽ വെക്കുന്നു, ഷേപ്പ് ചെയ്യുന്നു, ഇടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വേറെസ് നമ്മളൊരു മോഡേൺ ക്ലാസിക് റിസ്റ്റോർ ചെയ്യുമ്പോൾ യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് റോട്ട് ആൻഡ് എസ്പെഷ്യലി ഒരു അബ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാർ, ഇപ്പോൾ നമ്മുടെ കോമ്പി പോലെ ലൈക്ക് കാർ വിച്ച് വാസ് നിഗ്ലക്റ്റഡ്, അതിനകത്ത് കാണുമ്പോൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ബാഡ് പാനൽസ് ഓൾ അറൗണ്ട്. തുരുമ്പോ റോട്ടൊന്നും അല്ല. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ബാഡ്ലി ഫിറ്റഡ് പാനൽസ്. ഉള്ളിലായിരിക്കും ഡാമേജ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നന്നാക്കിയാലും പ്രത്യേകിച്ച് അതിനകത്ത് കാണാനൊന്നും ഉണ്ടാവില്ല. ബട്ട് ഓവർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നത്. കാര്യം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല അതിൻ്റെ അകത്ത്. നമുക്ക് ലൈക്ക് ദേഴ്സ് എ ലോട്ട് ഓഫ് ജുഗാഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫെൻഡർ ആണെങ്കിലും ഫെൻഡർ ബോൾട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഓവർ ടൈം പല കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഹോൾസൊക്കെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മൗണ്ടിങ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അത് ആ വണ്ടിയിൽ പിടിപ്പിച്ച് വയ്ക്കാൻ പറ്റുമോ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഫ്രണ്ടിൽ ആ സമയത്തുണ്ടായിരുന്നത് 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നുമില്ലെങ്കിൽ അത് അതേപോലെ തന്നെ വെച്ച്, കാര്യം ഇതൊന്നും കാണാൻ പോകുന്നില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലി നോബഡീസ് ഗോണ നോട്ടീസ്. കാര്യം ഇത്രയും കാലം ആ വണ്ടിക്കകത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. There are a lot of people who do that. People might have their reasons. എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക്കലി വി ഹാവ് ടു ടേക്ക് അപ്പാർട്ട് ദ ഹോൾ കാർ പാനൽ ബൈ പാനൽ. ആൻഡ് നമ്മൾ ഓരോ പാനൽസായിട്ട് വി ഹാവ് ടു അഡ്രസ് ഓൾ ദ അലൈൻമെൻറ്റ് ഇഷ്യൂസ്, ഓൾ ദ മൗണ്ടിങ് ഇഷ്യൂസ്, അകത്തുണ്ടായിരുന്ന റസ്റ്റ്, റോട്ട്, ഡ്രെയിൻ ചാനൽസ് ബ്ലോക്ക് ആവില്ല, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ 1 by 1 ഇരുന്ന് സോർട്ട് ചെയ്തു. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അപ്ഡേറ്റ്സ് കാണാനായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തില്ല കുറേയൊക്കെ. So that was one thing, and there were a lot of panels that we decided നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഫ്രണ്ടത്തെ ഫെൻഡേഴ്സ് വാസ് സോ ബാഡ് ദാറ്റ് നമ്മളത് സേവ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കുറേ നമ്മൾ ശ്രമിച്ചു, 2-3 ദിവസമൊക്കെ അതിൻ്റെ മേത്ത് പാച്ച് വർക്കൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ലൈക്ക് വാട്ട്, കാര്യമില്ല, നമുക്കത് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം വേണ്ട വെച്ച് നമ്മൾ വേറൊരു ഡോണർ കാർ ഇന്ന്, ബിക്കോസ് ഇറ്റ്സ് സെയിം ആസ് എൻ ഒക്ടേവിയ, നമുക്ക് കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്തു. നമ്മളങ്ങനെ ഫെൻഡേഴ്സ് മാറ്റി, വേറെ പാനൽസ് കുറേ ഉണ്ടായിരുന്നു മാറ്റി, അടിയിലത്തെ കുറേ സാധനങ്ങൾ മാറ്റി. അപ്പോൾ അതെല്ലാം വി ഹാഡ് ടു ഇംപ്രൊവൈസ്, വി ഹാഡ് ടു സോഴ്സ് ഓൾ ഓഫ് ദീസ് പാർട്സ്. ഇതൊന്നും പുതിയത് കിട്ടുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ സമയം പോയി. പിന്നെ ഉണ്ടായിരുന്ന നമുക്കൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെയ്ത പല വർക്ക് നമുക്ക് റീവർക്ക് ചെയ്യേണ്ടി വന്നു. കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയ സമയത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് നമ്മളതിങ്ങനെ എക്സ്റ്റെൻസീവ്ലി രാത്രികളും ഒക്കെ ഇങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളും മനസ്സിലായി. വൺ പ്രോബ്ലം ദാറ്റ് വി ഫേസ്ഡ് വാസ് ദ ബ്രേക്സ്. നമ്മൾ ബ്രേക്സിൻ്റെ ഇഫ് യു റിമെമ്പർ എല്ലാ സാധനം നമ്മൾ മാറ്റിയായിരുന്നു. നമ്മൾ മാസ്റ്റർ സിലിണ്ടർ മാറി, പാഡ്സ്, റോട്ടേഴ്സ്, ബാക്കിൽ വീൽ സിലിണ്ടേഴ്സ്, ഹാൻഡ് ബ്രേക്കിൻ്റെ സാധനങ്ങൾ, എവറിത്തിങ് വാസ് ചേഞ്ച്ഡ്. പക്ഷേ കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴേക്കും ബ്രേക്ക് പിന്നെയും പിടിക്കും, ബ്രേക്ക് ചൂടാവും, റാൻഡമായിട്ട് വീല് ചൂടാവും. നമ്മളങ്ങനെ ഓരോന്ന് തപ്പി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മനസ്സിലായി നമ്മൾ മാറ്റിയ മാസ്റ്റർ സിലിണ്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് തിങ് വി ചെക്ക്, ബിക്കോസ് നമ്മൾ പുതിയത് മാറ്റിയതല്ലേ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി അതൊരു ബാഡ് ബാച്ച് ആയിരുന്നു. ആൻഡ് വി ഹാഡ് ടു ചേഞ്ച് ദാറ്റ് അഗെയിൻ. താങ്ക്ഫുള്ളി അത് മേടിച്ച കട തന്നെ അവർ തിരിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സിലൊരു 10 ദിവസം പോയി. പിന്നെ ഉണ്ടായിരുന്ന റാൻഡം ഇലക്ട്രിക്കൽ ഇഷ്യൂസ്. കാര്യം ഇതിനകത്തുള്ള കുറേ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിയും പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്തുള്ള ഓരോ സാധനം കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഓരോരോ പുതിയ പ്രശ്നങ്ങളാണ്. അത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ സാധനം നമ്മൾ കറക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ബേസിക്കലി ഓരോരോ സ്റ്റെപ്പിൽ ഇതിൻ്റെ പ്രീവിയസ് ഓണർ ചെയ്ത ജുഗാഡുകളാണ്. സോ ഒരു ജുഗാഡ് കറക്റ്റ് ചെയ്യുമ്പോൾ അതെന്തിനാണോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വേറെ വല്ല പ്രശ്നം പൊട്ടി വരും. സോ അങ്ങനെ വി ലോസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഇലക്ട്രിക്കൽസ്. നമുക്ക് ഡാഷിൻ്റെ 2-3 പ്രാവശ്യം ഇറക്കേണ്ടി വന്നു. ഓൾ ബിക്കോസ് വി വോണ്ടഡ് ടു ഡു ഇറ്റ് റൈറ്റ്. നമുക്ക് അഗെയിൻ ആ ജുഗാഡ് വെച്ച് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ വണ്ടി ഓടിയാനെ. ബട്ട് വി ഡിഡ്ന്റ് ഡു ഇറ്റ്.
അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യം കൂടിയാണ്, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുവാണെങ്കിൽ പ്രിഫറബിളി പറ്റാവുന്ന പോലെ ഗോ ബാക്ക് ടു ഒറിജിനൽ. ആൻഡ് ദർ ആർ സം കേസസ് എസ്പെഷ്യലി പഴയ വണ്ടികളിലൊക്കെ വേർ യു കാൺ ഗോ ബാക്ക് ടു ഒറിജിനൽ, ബട്ട് എന്നാലും ഒരു അറ്റ്ലീസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ഒറിജിനലിലോട്ട് മാറുക. ആൻഡ് അലോങ് ദ വേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം അപ്പം ഡീൽ ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദെൻ ലേറ്റർ ഓൺ ഇൻ ലൈഫ് നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് മേ ബി നമ്മുടെ ഓണർഷിപ്പിലായിരിക്കില്ല, അടുത്ത ആളായിരിക്കും, ഗോഡ് നോസ്, പക്ഷേ ഒരു വയറിംഗ് ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ ആ വണ്ടി ഫിക്സ് ചെയ്യാൻ പറ്റും. അന്ന് നമ്മളാരും പേരാകരുത്. പിന്നെ അതിനകത്തുണ്ടായിരുന്ന ഒരു ഡിലേ എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ സൺറൂഫിൻ്റെ സാധനങ്ങൾ, അതേപോലെ ചെറിയ ചെറിയ ട്രിം ബിറ്റ്സ്, കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ആഷിക്ക് ഞാനും ഒരു ദിവസം തമിഴ്നാട്ടിൽ എന്നിട്ട് സംവെയർ ആഫ്റ്റർ തിരുപ്പൂർ റാൻഡം സ്ക്രാപ്പ് യാർഡിൽ നിന്ന് നമുക്ക് ഒരു LNK സെഡാൻ പൊളിക്കുന്നുണ്ടെന്ന് ന്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. ആൻഡ് വി മാനേജ് ടു സ്റ്റാൻഡ് ദെയർ ആൻഡ് കട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഔട്ട് ഓഫ് ദാറ്റ് കാർ. സോ നമുക്ക് ഇതിനകത്ത് എപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ക്രാപ്പ് യാർഡിൽ പോയിട്ട് ഓൾറെഡി സ്ക്രാപ്പ് ചെയ്തൊരു കാറിന്ന് സാധനം മേടിക്കാനാണെന്നുണ്ടെങ്കിൽ അതൊരു ചത്തം പരിപാടിയാണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ അഴിച്ചിട്ട്, നല്ല സാധനമായിരിക്കും വണ്ടി ഇത് പൊളിച്ചപ്പോൾ, അത് അഴിച്ച് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും. വേറെ നമുക്കൊരു വണ്ടി ഫ്രഷ് ആയിട്ട് അവിടെ പൊളിക്കാൻ വന്നു, നമുക്ക് വി കുഡ് ടേക്ക് എ ലോട്ട് ഓഫ് പാർട്സ് ഔട്ട് ഓഫ് ദാറ്റ് എഞ്ചിൻ ബ്ലോൺ കാർ. സോ ഇറ്റ് വാസ് ബിയോണ്ട് സേവിങ്. ബട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എൻറ്റയർ സൺറൂഫ് കംപ്ലീറ്റ് സാധനം നമ്മൾ ഊരിയെടുത്തു. സോ നമ്മുടെ ഈ സൺറൂഫാണ് അറിയാമല്ലോ, അപ്പോൾ ആ സാധനം മൊത്തം അങ്ങോട്ട് മാറ്റാനായിട്ട് അത് കിട്ടി. പിന്നെ കുറേ ചെറിയ ട്രിം ബിറ്റ്, സ്റ്റിയറിങ്ങിൻ്റെ അവിടുത്തെ ബാക്കിലത്തെ കവറ്, സൈഡിലെ കുറേ പീസുകൾ, ഡോറിൻ്റെ അകത്തുള്ള കുറേ സാധനങ്ങൾ, പവർ വിൻഡോ സ്വിച്ചസ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, LNKയിൽ ചെറിയ വ്യത്യാസമുള്ള ട്രിംസ്, വുഡിൻ്റെ പീസുകൾ, സാധനങ്ങളൊക്കെ നമുക്ക് ആ വണ്ടിക്കകത്ത് നിന്ന് കിട്ടി. സോ ദാറ്റ് വാസ് ഗ്രേറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ബോഡി വർക്കിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഇതുവരെ ചെയ്ത വർക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എനിക്കിതിനകത്ത് ഏറ്റവും ഈ പ്രോജക്റ്റിൽ ഞാൻ എൻജോയബിളായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോട്ട് ഓഫ് തിങ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളിലുമായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആൻഡ് ഹൗ എവ്രിബഡി ഈസ് കമ്മിങ് ടുഗെദർ ടു ആക്ച്വലി മേക്ക് ദിസ് വൺ കാർ റൺ. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹസ് ബീൻ വെരി എക്സൈറ്റിംഗ് ഓൾ ത്രൂ ദിസ് പ്രോജക്റ്റ്. അനൂപിൻ്റെ അടുത്ത് നമ്മൾ മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ബോഡി വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗ്ലോസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥാപനത്തിലാണ്. സോ അഗെയിൻ അവിടെയാണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ മെറ്റൽ വർക്ക് കംപ്ലീറ്റ് ഒരു 90% ആയിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു അനൂപ് ബിക്കോസ് അതിൻ്റെ ബ്രേക്കിൻ്റെ ചെറിയൊരു ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി കാണിക്കാം. അപ്പോൾ അതിനകത്ത് ബോഡി വർക്ക് ഒരുവിധം ആയിട്ടുണ്ട്, ബട്ട് ദർ ആർ സ്റ്റിൽ ലിറ്റിൽ മോർ തിങ്സ് ടു അഡ്രസ്. ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു, ബട്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ഹൗ ദ കാർ ഹസ് ടേൺഡ് ഔട്ട്. പിന്നെ ഉള്ളത് നമ്മൾ അതിൻ്റെ വീൽസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി കാണുമ്പോൾ ഐ വിൽ അപ്ഡേറ്റ് യു വിത്ത് ഓൾ ഓഫ് ദാറ്റ് സ്റ്റഫ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബ്രീഫ് ഉണ്ടായിരുന്നത്, എന്തുകൊണ്ട് ഡിലേ എന്നുള്ളത്. പിന്നെ വേറൊരു ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ചെറിയൊരു ഇഞ്ചറിയൊക്കെ പറ്റി ഞാൻ കുറച്ച് കാലം ഐ വാസ് ഓൾസോ ഔട്ട് ഓഫ് ആക്ഷൻ, അങ്ങനെ സെൽഫ് രജിസ്ട്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി രജിസ്ട്രേഷനിലോട്ട് കടന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കുറച്ച് ഡിലേസ് വന്നു. ബട്ട് നൗ വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. ആൻഡ് ഒരിക്കലും ഞാൻ വിചാരിച്ചൊരു ടൈം ലൈനിൽ നിന്ന് അധികം മുമ്പോട്ട് പോയിട്ടില്ല ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ എടുക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓവറോളിങ്ങോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാറ്റ് ആംസ്ട്രോങ്ങിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു എപ്പിസോഡിൽ തീരുന്ന സാധനമല്ല ഇതൊരിക്കലും. എവറിബഡി ഈസ് ബീൻ വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ് ഫോർ വീക്സ് ഓർ മന്ത്സ് ടു ഗെറ്റ് എനി കാർ റണ്ണിങ്. അതിപ്പോൾ ഒരു കാർ സ്റ്റോർ ചെയ്തിട്ടുള്ള ആർക്കാണെങ്കിലും അറിയാം. ഇതിപ്പോൾ മാരുതി ആണെങ്കിലും പ്രീമിയർ പദ്മിനി ആണെങ്കിലും പോർഷ് കയാന ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും കുറച്ച് മാസങ്ങളില്ലാണ്ട് നോബഡി ഈസ് റിസ്റ്റോറിങ് എനിത്തിങ് ദ റൈറ്റ് വേ. അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു ബേസ് ലൈനായി വണ്ടികളുടെ ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. നമ്മുടെ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ മോർ ഓർ ലെസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ലെറ്റ്സ് ഹെഡ് ടു ദ ഗറാജ് ആൻഡ് ചെക്ക് ഔട്ട് വാട്ട് ആർ ദി അപ്ഡേറ്റ്സ് ഓൺ ദ കാർ. ആൻഡ് ട്രസ്റ്റ് മീ, ദെയർ ആർ ക്വൈറ്റ് ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ്. എന്നിട്ട് നമുക്കിതിൻ്റെ മെക്കാനിക്കൽ സ്റ്റേജിൻ്റെ ഏതാണ്ടൊരു കൺക്ലൂഷൻ, അടുത്ത കോസ്മെറ്റിക്കിലോട്ട് പോകുന്നതിൻ്റെ ദി ഐ ക്യാൻഡി പാർട്ടിലോട്ട് പോകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് സംസാരിക്കാം. വണ്ടിയുടെ സിറ്റുവേഷൻ, ഇതൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ഗറാജ് ഡയറക്റ്റ്ലി ആൻഡ് വണ്ടിയിലുള്ള ബാക്കി എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ വണ്ടി കാണാൻ ഞാനും കുറച്ച് എക്സൈറ്റഡാണ്. കാര്യം കഴിഞ്ഞ 2 ദിവസത്തിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് വിച്ച് ഐ ഹാവൻ സീൻ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ചെക്ക് ദാറ്റ് ഔട്ട്. ആൻഡ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും വണ്ടിയുടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് ഇസ് ദ മോർ എക്സൈറ്റിംഗ് ഐ ക്യാൻഡി ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലോട്ട് ഗറാജിൽ പോയിട്ട് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. അങ്ങനെ നമ്മൾ ഇത്ര നേരമുള്ള ബാക്ക്ഗ്രൗണ്ട് കഥകളും കാര്യങ്ങളൊക്കെ കേട്ടു. ബട്ട് ഐ നോ എവറിബഡി ഈസ് വെയിറ്റിംഗ് ടു സീ ദി ആക്ച്വൽ കാർ. അപ്പോൾ നമ്മളെന്തായാലും പ്രോജക്റ്റ് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, ബട്ട് എനിവേസ് സ്റ്റേജ് 1 വരെ എത്തിയെന്ന് നമുക്ക് പറയാം. സോ ഹിയർ ഇറ്റ് ഈസ്. ഇതുവരെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കോമ്പിയുടെ വർക്കെല്ലാം.
അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഫോർ ദ കീൻ ഐഡ് ആൻഡ് നോട്ട് സോ കീൻ ഐഡ്. സോ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് തിങ് ദാറ്റ് സ്ട്രൈക്സ് യു ഇസ് വണ്ടിയിൽ ഇപ്പോൾ ഒരു കളർ ഉണ്ടെന്ന് തന്നെ പറയാം. കുറച്ച് ഫാൻസി ആക്കണമെങ്കിൽ ഇതിനെ നാർഡോ ഗ്രേ എന്ന് വിളിക്കാം, ബട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമർ എന്നും പറയാം. അപ്പോൾ കണ്ട ഏതൊരു വഴി പോകുന്ന പട്ടിക്കുഞ്ഞിന് വരെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ വണ്ടി കാണാനായിട്ട്. നേരത്തെ ആരും തിരിഞ്ഞു നോക്കൂലായിരുന്നു, നൗ എവറിബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ബട്ട് എനിവേസ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ബോഡി വർക്ക് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഫുൾ പ്രൈമറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ റിവീൽ ചെയ്യാം. ബട്ട് നമ്മൾ ബോഡി സർഫസ് കംപ്ലീറ്റ് എല്ലാ ഡെൻസും റിമൂവ് ചെയ്തു. ആൻഡ് ബാംഗ്ലൂർ റോഡ് പോലെയായിരുന്നു ഇതിൻ്റെ ഡെൻറ്റിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നത്. അത്രയും ഡെൻസ് ഉണ്ടായിരുന്നു. എവറിത്തിങ് ഹാസ് ബീൻ റിമൂവ്ഡ്. ഫെൻഡേഴ്സ് ഹാവ് ബീൻ റീപ്ലേസ്ഡ്. കാര്യം ദി ഒറിജിനൽ ഫെൻഡേഴ്സ് വർ സോ ബാഡ് ദറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഫെൻഡർ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തു. ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ RS സ്റ്റൈൽ ബമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അഗൈൻ ദീസ് ആർ ആഫ്റ്റർ മാർക്കറ്റ്. അപ്പോൾ നമ്മളത് വെച്ചിട്ടുണ്ട്. വാഷേഴ്സ് ഇനി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് കുറച്ച് പണികളും കഴിയുമ്പോൾ വിൽ ഇൻസ്റ്റാൾ ദ വാഷേഴ്സ്. വി ഹാവ് ന്യൂ ഹെഡ് ലാംപ്സ്, ന്യൂ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ന്യൂ ഹെഡ് ലാംപ്സ്. കവർ പോലും പൊളിച്ചിട്ടില്ല, അത്ര ന്യൂ ആണ്. ബട്ട് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് LNKയ്ക്കും RSന് വേണ്ടി മാത്രം വന്നിട്ടുള്ള സ്പെഷ്യൽ 2 പ്രൊജക്ടർ വരുന്ന ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ന്യൂ ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ. എയർ ഡാംസ് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അഗൈൻ അതിൻ്റെ റീസണും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ബാക്കിലോട്ട് വരുമ്പോൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ബ്രാൻഡ് ന്യൂ വിൻസ്ക്രീൻ. അത് നമ്മുടെ പഴയ വിൻസ്ക്രീൻ പ്രത്യേകിച്ച് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി യൂസ്ലെസ്. സോ വി ഗോട്ട് എൻ ഓൾ ന്യൂ വിൻസ്ക്രീൻ നൗ. പുതിയ ബീഡിങ്സും സാധനങ്ങളൊക്കെ ഇനി കയറാനുണ്ട്, ട്രിംസ് എല്ലാം. ബട്ട് ദിസ് ഈസ് ന്യൂ. സൺറൂഫ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ബട്ട് വി ഹവ് ഗോട്ട് എൻ ഓൾ ന്യൂ സൺറൂഫ്. നേരത്തെ പറഞ്ഞ പോലെ അത് കംപ്ലീറ്റ് സാധനം ഇതിനകത്തോട്ട് നമ്മൾ കയറ്റുന്നതായിരിക്കും. മിറേഴ്സ് ആർ സ്റ്റിൽ പെൻഡിങ്. മിറേഴ്സ് വന്നിരിപ്പുണ്ട്, പിന്നെ അത് കയറ്റാനുണ്ട്. സോ ദാറ്റ് ഇസ് എ ലിറ്റിൽ തിങ് ദാറ്റ് വി ഹാവ് ടു ആഡ്. പുതിയ ഫെൻഡർ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ വരെ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അത് ന്യൂ വീൽസ് അഗൈൻ നമ്മൾ കുറേ അധികം പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം എന്നൊക്കെ നോക്കി അവസാനം ഇതിൻ്റെ PCDയും കൂടെ ആകുമ്പോൾ, ഇത് മറ്റേ പോളോൻ്റെ PCD ആണ്. പോളോയ്ക്ക് ചേരുന്ന കുറേ വീൽസ് ഉണ്ട്, ഇതിന് ചേരുന്ന അധികം വീൽസ് ഇല്ല. അപ്പോൾ എന്തായാലും ഫൈനലി വി ഗോട്ട് എ സെറ്റ് ഓഫ് Volkswagen Motorsport trims താങ്ക്സ് ടു അവർ ഫ്രണ്ട് പ്രശാന്ത് ആൻഡ് അശ്വിൻ ഫ്രം സ്റ്റേ ട്യൂൺഡ് ഇന്ത്യ. അപ്പോൾ അവരും ദേ ഹാവ് ഓൾസോ പിച്ച്ഡ് ഇൻ ആൻഡ് നമുക്ക് ഈ റിംസ് സോഴ്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെഡിസ്റ്റീൻ്റെ ടയേഴ്സ് ആയിട്ടിരിക്കുന്ന 215 സെക്ഷൻ ടയേഴ്സ്. ദേ ലുക്ക് നൈസ് ആൻഡ് മീറ്റി നൗ. അപ്പോൾ തന്നെ ആക്ച്വലി വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ മീശ പോവും. നമ്മൾ വേറെ ഗ്രില്ല് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ LNKക്കകത്ത് വി ഗോട്ട് എ ഗ്രിൽ ആൻഡ് എവറിത്തിങ്. സോ ദിസ് വിൽ ഗോ നൗ ആൻഡ് അഗൈൻ ബോഡി കളർ ആവും. ബട്ട് ദിസ് ഇസ് ഓൾസോ വെരി ബ്രോക്കൺ ആൻഡ് ഇൻ പീസസ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട് എൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്കിനി വേറെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചും കൂടെ ഉണ്ട്, വിച്ച് വിൽ സി. ബട്ട് അഗൈൻ ഡു അപ്രീഷിയേറ്റ് ദ ബോഡി വർക്ക്. കാര്യം ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ കവറാവും. ബട്ട് ഷേപ്പ് ഉണ്ട്. നൗ ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ ഫങ്ഷനിങ് കാർ. ബാക്കിലോട്ട് വരുമ്പോൾ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ വിൻസ്ക്രീൻ. നമുക്ക് ആ ഒറിജിനൽ വിൻസ്ക്രീൻ കിട്ടിയിട്ടുണ്ട്. അഗൈൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് പാർട്ടാണ്. താങ്ക്സ് ടു വിനയ് വി ഫൗണ്ട് ദാറ്റ്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ഓൺ നൗ. ഡിഫോഗസ് ഒക്കെ കണക്ട് ചെയ്യാനുണ്ട്. ആൻഡ് റിയർ വൈപ്പർ ഇല്ലായിരുന്നു നമുക്ക് വണ്ടി വന്നപ്പോൾ. വി ഹാവ് ടു പുട്ട് സംതിങ് ഓൺ ടു ഇറ്റ്. ഒറിജിനൽ ഇതിൻ്റെ വൈപ്പർ കിട്ടാനില്ല. സോ വിൽ പ്രോബബ്ലി ഹാവ് ടു മോഡിഫൈ സം. ഇന്ത്യയിലുള്ള ഏതെങ്കിലും വണ്ടിയുടെ ചെറിയൊരു നല്ലൊരു ഫ്ലഷ് ആയിട്ടിരിക്കുന്നൊരു വൈപ്പർ എടുത്തിട്ട് നമ്മളിതിൻ്റെ ബാക്കിലോട്ട് വെക്കുന്നതായിരിക്കും. പക്ഷേ അല്ലാണ്ട് ഓവറോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ തീർത്തിട്ടുള്ളത്. സോ ഓൾ ഓഫ് ദ ബോഡി വർക്ക് ഇസ് ഡൺ. ഇനി ഫൈനൽ കുറച്ച് പ്രെപ്പ് വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുള്ള ബ്രേക്കാണ്. സോ ബ്രേക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുകയാണ്. സോ വി ഹാവ് ടു ചെക്ക് ഔട്ട് ദ ബ്രേക്സ്. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു മേജർ അപ്ഡേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സീറ്റ്സ് എന്തായാലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമായിരുന്നു. ഐ ഫൗണ്ട് സീറ്റ്സ് ഓഫ് സൂപ്പർബ് Gen 2 സൂപ്പർബിൻ്റെ ഫുള്ളി ഇലക്ട്രിക് സീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദോസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ സീറ്റ്സ് ഔട്ട് ഓഫ് ദ എൻറ്റയർ വാഗ് ലൈനപ്പ്. പല ഔഡിനേക്കാളിലും കംഫർട്ടബിൾ സീറ്റാണ് സൂപ്പർബിൻ്റെ. അപ്പോൾ ആ സീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെയിൽസിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്. സോ അപ്പോൾ ആ റെയിൽസ് വിൽ ഹാവ് ടു ബേസിക്കലി കസ്റ്റമായിട്ട് ചെയ്യേണ്ടി വരും. അതിനകത്തുള്ള റെയിൽസും ഇതിൻ്റെ റെയിലിൻ്റെ മൗണ്ടിങ്ങും വ്യത്യാസമുണ്ട്. സോ വിൽ ജസ്റ്റ് വർക്ക് ഓൺ ദാറ്റ് ആൻഡ് പുട്ട് ദോസ് ഇൻ. ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻസും കാര്യങ്ങളും കൊടുക്കാണ്ട് ഇലക്ട്രിക് സീറ്റ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്ന് കാണുമ്പോൾ വളരെ ബ്രീഫാണ്. പക്ഷേ കുറേ അധികം പണി നടന്നിട്ടുണ്ട്. പിന്നെ ഉള്ള ഇമ്പോർട്ടൻറ്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ ബ്രേക്കിൻ്റെ ചെക്ക് കാര്യങ്ങൾ നടത്തുക. പിന്നെ ഫെൻഡർ ലൈനേഴ്സ് പിടിപ്പിക്കാനുണ്ട്. കുറച്ച് ട്രിം സാധനങ്ങളൊക്കെ വരാനുണ്ട്. ആ കോയിൽ ലൈറ്റ് ഇപ്പോഴും കത്തി നിൽപ്പുണ്ട്. സോ വി ഹാവ് ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദാറ്റ്. സം ഇലക്ട്രിക്കൽ മെസ്സസ് ഗോയിങ് ഓൺ. സോ ദാറ്റ് ഓൾസോ ഹാസ് ടു ബി സോർട്ടഡ്. ആൻഡ് അത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ഓൺ ടു ദ കോസ്മെറ്റിക് സൈഡ് ഓഫ് ദിസ് കാർ. ദാറ്റ് ഇസ് ദ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡു സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ബട്ട് അതർവൈസ് ഇപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്വിക്ക് റാപ്പ് അപ്പ് ഓഫ് വാട്ട്സ് ബീൻ ഹാപ്പനിങ് വിത്ത് പ്രോജക്റ്റ് കോംബി.
ഡു ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ് എന്തൊക്കെയാണ്, വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക്, ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ റാപ്പപ്പ് ചെയ്യാം. വണ്ടിയുടെ കുറച്ച് ബി റോൾസും വിഷ്വൽസും ആയിട്ട് ഐ ജസ്റ്റ് പ്ലേസ് ഇറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ. ഇഫ് യു ലൈക്ക് ദ പ്രോജക്റ്റ്, ഇഫ് യു ഹാവ് എനി സജഷൻസ്, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. Thank you so much for joining in guys and have a great day. Bye bye.